ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു യൂസർ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. 3 വർഷക്കാലമായി എൻ്റെ കൂടെ തന്നെയുള്ള വണ്ടിയാണ് i20. എന്നാൽ കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞാലോ? വാ. ഹായ് ഫ്രണ്ട്സ്, i20 എന്ന കാറിനെ പറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും സുപരിചിതമാണല്ലോ i20. സ്റ്റെബിലിറ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാറാണ് ഹുണ്ടായി i20. 2019 തുടക്കത്തിലാണ് ഹുണ്ടായി അവരുടെ ന്യൂ വെർഷനായ എലൈറ്റ് i20 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കംഫോർട്ടാണ് നമുക്ക് വണ്ടി, നല്ല സ്റ്റേബിളാണ് വണ്ടി. അതുപോലെ തന്നെ നമ്മളൊരു കർവ് റോഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ വലുതായിട്ട് നമുക്ക് ബോഡി റോളൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നല്ല സ്റ്റേബിളാണ്. ഇതൊരു 1200 cc വണ്ടിയാണ്. എൻജിൻ നോക്കുകയാണെങ്കിൽ 83 bhp കരുത്തും 114 Nm ടോർക്കുമാണ് വാഹനത്തിലുള്ളത്. അത്യാവശ്യം നല്ലൊരു റൈഡിങ് കംഫോർട്ട് തന്നെ നമുക്ക് i20 നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡീസൽ വേരിയൻറ്റും ഉണ്ട്. അതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 90 bhp കരുത്തും 236 Nm ടോർക്കുമാണ് ഡീസൽ വേരിയൻറ്റിലുള്ളത്. കുറച്ചുകൂടെ സ്പോർട്ടി റൈഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഡീസൽ വേരിയൻറ്റിലാണ്. കാരണം അതൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. എന്നാൽ അത് നമുക്ക് പെട്രോളിൽ നമുക്കുള്ളത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇനി ഇതിൻ്റെ നമുക്ക് നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഇതെനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ മൈലേജ് നമുക്കൊരു 14-15 ഒക്കെയാണ് നമുക്ക് സിറ്റി റൈഡിൽ നമുക്ക് കിട്ടുന്നത്. ലോങ് റൈഡിൽ അത്യാവശ്യം മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വണ്ടിയുടെ ഭാഗത്ത് നിന്നും വലിയ കംപ്ലയിൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. ആകെ വന്നൊരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററിൽ വെച്ചിട്ട് ക്ലച്ചിൻ്റെ പെഡലൊന്നും ഒടിഞ്ഞായിരുന്നു. പിന്നെ അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മിക്കുള്ള i20 വണ്ടികൾക്കും ഈ സെയിം ഇഷ്യൂ വരുന്നതാണെന്നാണ്. പിന്നെ ഹുണ്ടായുടെ വലിയൊരു പ്രത്യേകത എന്തെന്നാൽ അവർ ബേസ് മോഡൽ വണ്ടി തൊട്ടേ ഫുള്ളി ഫീച്ചർ ലോഡഡ് ആയിരിക്കും. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം വണ്ടിയിൽ തന്നെ ബേസ് മോഡൽ തൊട്ടേ വണ്ടിയിൽ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വലിയ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. യൂസർ കാർ എടുക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് i20. അത്യാവശ്യം നല്ലൊരു കംഫോർട്ടും വലിയ ഓവർ പ്രൈസിങ്ങും അല്ല വണ്ടി. അത്യാവശ്യം യൂസർ കാർക്ക് എടുക്കാൻ നിൽക്കുന്നവർക്ക് അത്യാവശ്യം നല്ല പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് i20. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് i20ൽ നിന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.